നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മള് 4th മോഡ്യൂൾ ആണല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. 4th മോഡ്യൂളില് സീവേജ് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ഓരോ യൂണിറ്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതില് നമ്മളൊരു ഫ്ലോ ഡയഗ്രാം നോക്കിയിരുന്നു. ആ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഫ്ലോ ഡയഗ്രാം അല്ലേ. അപ്പൊ ആ ഒരു ഫ്ലോ ഡയഗ്രത്തിൽ പറയുന്ന ഓരോ യൂണിറ്റുകളും, അതായത് ആദ്യം നമ്മുടെ വേസ്റ്റ് വാട്ടർ വന്ന് പോകുന്ന സ്ക്രീൻസ് അല്ലെ, സ്ക്രീൻസിലൂടെ പോയി അതിനുശേഷം നേരെ പോകുന്നത് ഗ്രിറ്റ് ചേംബറിലേക്കാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഗ്രിറ്റ് ചേംബറിലാണ് ഗ്രിറ്റ് പാർട്ടിക്കിൾസ്, അതായത് ഇനോർഗാനിക് ആയിട്ടുള്ള ആ ഗ്രിറ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ആവുന്നത്. ഒരു നിശ്ചിത വെലോസിറ്റിയിലൂടെ നമ്മൾ ഒഴുക്കും അല്ലെ, വേസ്റ്റ് വാട്ടറിനെ ഒഴുക്കും. അപ്പൊ അതില് ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി 2.65 അടങ്ങുന്ന പാർട്ടിക്കിൾസ് എല്ലാം തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ ഒരു വേസ്റ്റ് വാട്ടറിനെ സ്കിമ്മിംഗ് ടാങ്കിലേക്കാണ് ഒഴുക്കുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി ലെസ് ദാൻ 1, അതായത് വെള്ളത്തിനെക്കാട്ടിലും ലൈറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യും. എവിടെ? നമ്മുടെ സ്കിമ്മിംഗ് ടാങ്കിൽ അല്ലേ. അത് ഏതൊക്കെ പാർട്ടിക്കിൾസ് ആണ് വരിക? നമ്മുടെ ഓയില്, ഗ്രീസ്, സോപ്പ്, അതുപോലത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എല്ലാ പാർട്ടിക്കിൾസും തന്നെ സ്കിമ്മിംഗ് ടാങ്കിൽ റിമൂവ് ആവും. പക്ഷെ എത്രത്തോളം നമ്മൾ റിമൂവ് ആവും എന്ന് പറഞ്ഞാലും കുറച്ച് അതിൽ തന്നെ കിടക്കും. ഓക്കെ, കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പൊ ആ ബാക്കി ക്ലീൻ ചെയ്ത വേസ്റ്റ് വാട്ടർ നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് പാസ് ചെയ്യും അല്ലെ. അപ്പൊ ഈ 3 യൂണിറ്റിനെയും കൂടെ നമ്മൾ ഒരു പേര് പറഞ്ഞിരുന്നു. എന്താണ്? പ്രിലിമിനറി ട്രീറ്റ്മെന്റ് അല്ലെ. പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ആണ് സ്ക്രീനിങ്ങും ഗ്രിറ്റ് ചേംബറും സ്കിമ്മിംഗ് ടാങ്കും അല്ലെ. പിന്നെ അടുത്തത് വരുന്നത് പ്രൈമറി ട്രീറ്റ്മെന്റ് ആണ്. പ്രൈമറി ട്രീറ്റ്മെന്റിൽ വരുന്നതാണ് എന്ത്? നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്ക് അല്ലെ. അപ്പൊ സെഡിമെന്റേഷൻ ടാങ്ക് നമ്മൾ കണ്ടു, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. അതിന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, എങ്ങനെയാണ് നമ്മളത് അതിലുള്ള അടങ്ങിയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെയൊക്കെ റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കണ്ടു. കൂടുതലും സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന സെറ്റിലബിൾ സോളിഡ്സ് അല്ലെ, ഇങ്ങനെ നമ്മുടെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഡെൻസിറ്റി കൂടിയ സോളിഡ്സ് അവര് ഗ്രാവിറ്റിയുടെ സഹായത്തോടു കൂടി തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യും അല്ലെ. അതാണ് നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്കിൽ നടക്കുന്ന പ്രിൻസിപ്പിൾ. പിന്നെ അതുപോലെ നമ്മൾ 2 ടൈപ്പ് സെഡിമെന്റേഷൻ ടാങ്ക് കണ്ടു. ഏതൊക്കെയായിരുന്നു? റെക്ടാങ്കുലർ സെഡിമെന്റേഷൻ ടാങ്ക് ഉണ്ടാവാം, അതുപോലെ ഹൊറിസോണ്ടൽ സെഡിമെന്റേഷൻ ടാങ്ക് ഉണ്ടാവാം അല്ലെ. സർക്കുലർ, റെക്ടാങ്കുലറും സർക്കുലറും. റെക്ടാങ്കുലർ സെഡിമെന്റേഷൻ ടാങ്കും സർക്കുലർ സെഡിമെന്റേഷൻ ടാങ്കും നമ്മൾ കണ്ടു. അതിൽ തന്നെ ഫ്ലോയിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഡയറക്ഷനിലാണോ വെള്ളം ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും 2 ആയിട്ട് തരംതിരിച്ചിരുന്നു അല്ലെ. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ ഫ്ലോ, അതുപോലെ വെർട്ടിക്കൽ ഫ്ലോ സെഡിമെന്റേഷൻ ടാങ്ക്. ഇപ്പൊ നമ്മുടെ സർക്കുലർ സെഡിമെന്റേഷൻ ടാങ്കിലൊക്കെ വെർട്ടിക്കൽ ഫ്ലോ ആണ് വരുന്നത്. നേരെ മറിച്ച് റെക്ടാങ്കുലർ സെഡിമെന്റേഷൻ ടാങ്കില് ഹൊറിസോണ്ടൽ ഫ്ലോ ആണല്ലേ വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടു.
എങ്ങനെയാണ് അതിനകത്തുള്ള സ്ലഡ്ജ്, അതില് അടിഞ്ഞുകൂടിയ ആ സോളിഡ്സിനെയാണ് നമ്മൾ സ്ലഡ്ജ് എന്ന് പറയാം. അപ്പൊ ആ സ്ലഡ്ജിനെ നമ്മൾ പമ്പ് ചെയ്ത് സ്ലഡ്ജ് ഡൈജഷൻ യൂണിറ്റിലേക്ക് കൊടുക്കും. ആ ഡയഗ്രാം ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത യൂണിറ്റ് ആണ്, അതായത് സെക്കൻഡറി ട്രീറ്റ്മെന്റ്. സെക്കൻഡറി ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ സെക്കൻഡറി ട്രീറ്റ്മെന്റ് നോക്കാം. അപ്പൊ നമുക്ക് സെക്കൻഡറി ട്രീറ്റ്മെന്റില് പഠിക്കാനുള്ളത് ട്രിക്ലിംഗ് ഫിൽറ്ററിനെ കുറിച്ച് പഠിക്കാനുണ്ട്, പിന്നെ ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിൽറ്റർ ഉണ്ട്, ആ ഫിൽറ്ററിനെ കുറിച്ച് പഠിക്കണം. പിന്നെ കോണ്ടാക്ട് ബെഡ്സ്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്, സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക്, സ്ലഡ്ജ് ഡൈജഷൻ, സ്ലഡ്ജ് ഡ്രൈയിങ്, സ്ലഡ്ജ് ഡിസ്പോസൽ. ഇതെല്ലാമാണ് സെക്കൻഡറി ട്രീറ്റ്മെന്റിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് നോക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായി നോക്കി തുടങ്ങാം. അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് ട്രിക്ലിംഗ് ഫിൽറ്ററിനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ ആദ്യം എന്താണ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. Effluent from primary sedimentation tank still contains unstable organic substances in colloidal and dissolved form. അപ്പൊ നമ്മുടെ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കില് സെറ്റിലബിൾ സോളിഡ്സ് എല്ലാം താഴോട്ടേക്ക് അടിഞ്ഞുകൂടി. പക്ഷേ എങ്കിൽ പോലും പിന്നെയും ആ വെള്ളത്തിൽ എന്തുണ്ടാവാം? അൺസ്റ്റേബിൾ ഓർഗാനിക് സബ്സ്റ്റൻസസ് ഉണ്ടായിരിക്കാം. അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഓർഗാനിക് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അത് കൊളോയിഡൽ ഫോമിലും ഉണ്ടാവാം, അതുപോലെ തന്നെ ഡിസോൾവ്ഡ് ഫോമിൽ അലിഞ്ഞു ചേർന്ന ഫോമിലും കാണപ്പെടും. സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ പാർട്ടിക്കിൾസ്, അതിനെ നമ്മൾ സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുന്നത്, അത് സെറ്റിൽ ഡൗൺ ചെയ്യും അല്ലെ. നമ്മൾ സോളിഡ്സിനെ ബേസ്ഡ് ഓൺ ദ സൈസ് 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? സസ്പെൻഡഡ് സോളിഡ്സ്, കൊളോയിഡൽ സോളിഡ്സ്, ഡിസോൾവ്ഡ് സോളിഡ്സ് അല്ലെ. അപ്പൊ ഈ 3ലും നമ്മുടെ സസ്പെൻഡഡ് സോളിഡ്സിനെ നമ്മുടെ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ റിമൂവ് ചെയ്തു. ഇനി വരുന്നത് അതിലും ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. അതായത് കൊളോയിഡൽ ഫോമിലുള്ളതും ഡിസോൾവ്ഡ് ഫോമിലുള്ളതുമായ ഓർഗാനിക് സബ്സ്റ്റൻസസ് ആണ് ഇനി നമുക്ക് റിമൂവ് ചെയ്യാനുള്ളത്. So they are removed by further treatment called secondary treatment in which microorganisms are employed. അപ്പൊ നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റിലാണ് ആര് വരുന്നത്? മൈക്രോ ഓർഗാനിസംസ് വരുന്നത്. അതായത് മൈക്രോ ഓർഗാനിസത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിനി വേസ്റ്റ് ശുദ്ധീകരിക്കാൻ പോവാണ് അല്ലെ, വേസ്റ്റ് വാട്ടർ ക്ലീൻ ചെയ്യാൻ പോവാണ്. Microorganisms convert the organic substances into stable and settleable forms by oxidation or nitrification. അപ്പോൾ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഈ ഓർഗാനിക് സബ്സ്റ്റൻസസിനെ കൺവേർട്ട് ചെയ്യും അല്ലെ, സ്റ്റേബിൾ ആൻഡ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന പാകത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. ഒന്നെങ്കിൽ ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നൈട്രിഫിക്കേഷൻ ചെയ്തുകൊണ്ട് അല്ലെ. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ഡീകമ്പോസ് ചെയ്യാം. നൈട്രിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഡീകമ്പോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ മൈക്രോ ഓർഗാനിസംസ് ആണ് ഇനി സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ ആക്ട് ചെയ്യാൻ പോകുന്നത്. Hence, secondary treatment is also known as biological treatment. അപ്പൊ നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റില് മൈക്രോ ഓർഗാനിസംസ് വരുന്നത് കൊണ്ട് തന്നെ അതിനെ എന്ത് പറയും? അതിനെ പറയുന്ന വേറൊരു പേരാണ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. അതായത്
അതായത് നമ്മുടെ ലിവിങ് ഓർഗാനിസംസിനെ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യിപ്പിക്കാം. അതുകൊണ്ടാണ് അതിനെ ബയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിങ് അല്ലെ, ലൈഫ് ഉള്ള ഒരു സാധനത്തിനെയാണ് ബയോ എന്ന് പറയും. അപ്പൊ ബയോ എന്താ, നമ്മുടെ ജീവനുള്ള മൈക്രോ ഓർഗാനിസംസിനെ കൊണ്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് സെക്കൻഡറി ട്രീറ്റ്മെന്റിനെ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ ആദ്യം നോക്കാനുള്ളത് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിനെ കുറിച്ചാണ്. ട്രിക്ലിംഗ് ഫിൽറ്റർ. ഈ ട്രിക്ലിംഗ് ഫിൽറ്ററിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ ഐഡിയ ഉണ്ടായിരിക്കും എങ്ങനെയാണ് ഫിൽറ്റർ, ഇത് ഫിൽറ്റർ അല്ലേ, ട്രിക്ലിംഗ് ഫിൽറ്റർ അല്ലെ. അപ്പൊ ഒരു ഫിൽറ്റർ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഒക്കെ ഞാൻ തന്നതാണ്. ഓക്കെ, എന്നാലും ഇനിയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. It works on the principle of attached growth process, in which aerobic bacteria and other bacteria are accumulated on the surface of solid medium, are employed to oxidize and bioflocculate colloidal and dissolved organic substances. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇതില് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സില് നമ്മൾ ബാക്ടീരിയാസിനെ, അതായത് മൈക്രോ ഓർഗാനിസംസിനെ, അതായത് എയറോബിക് മൈക്രോ ഓർഗാനിസംസിനെ, എന്താണ് എയറോബിക് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ എയറോബിക് ബാക്ടീരിയ? ഓക്സിജൻ ആവശ്യമുള്ള ബാക്ടീരിയ. ഓക്സിജൻ ഇല്ലെങ്കിൽ എയറോബിക് ബാക്ടീരിയാസ് ചത്തുപോകും. അപ്പൊ ഓക്സിജൻ ഉണ്ടെങ്കിലേ അവർക്ക് നിലനിൽക്കാൻ സാധിക്കും. അങ്ങനത്തെ ബാക്ടീരിയാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എയറോബിക് ബാക്ടീരിയ അല്ലെ. അപ്പൊ ഈ ഒരു എയറോബിക് ബാക്ടീരിയാസ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ്. എന്താണ് അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, രണ്ടൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമ്മളിപ്പോ ഒരു ഒരു പാർട്ടിക്ക് പോവാണ്. അപ്പൊ ഒന്നെങ്കിൽ സദ്യ ആയിട്ട്, ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഒന്നെങ്കിൽ സദ്യയുടെ രൂപത്തിൽ നമുക്ക് ഇരുന്ന് കഴിക്കാൻ ഉള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ പലയിടത്തും നടക്കുന്നത് ബുഫേ പാർട്ടി, അറിയില്ലേ? നമ്മൾ പ്ലേറ്റ് കയ്യിൽ പിടിച്ച് കഴിക്കുക അല്ലെ, ഓടി നടന്ന് കഴിക്കുക അല്ലെ. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അതില് നമ്മുടെ ഈ ഇല ഇട്ട് വിളമ്പുന്ന, നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇതുപോലത്തെ ഒരു സിസ്റ്റം, അതിനെയാണ് അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തത്. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ബാക്ടീരിയാസ് ഈ പറയുന്ന ഫിൽറ്റർ, ഇതാണ് ഇപ്പൊ ഫിൽറ്റർ എന്ന് വിചാരിക്കുക. അപ്പൊ താഴോട്ടേക്ക് ഉണ്ടല്ലേ, ഡെപ്ത് ഉണ്ടാവും. അപ്പൊ ഈ ഫിൽറ്ററില് ഒരുപാട് സ്റ്റോൺസ്, അഗ്രിഗേറ്റ്സ് ഒക്കെ നമ്മൾ ഇടും. അപ്പൊ അതിനെയാണ് ഫിൽറ്റർ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ മീഡിയന്റെ മുകളിലൊക്കെ നമ്മുടെ ബാക്ടീരിയാസ് ഒട്ടിപ്പിടിച്ച് നിൽക്കും, അവിടെ പറ്റി പിടിച്ച് നിൽക്കും. അപ്പൊ നമ്മൾ ഈ വേസ്റ്റ് വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് വെള്ളം എന്ത് ചെയ്യും? വെള്ളം ഇതിനടിയിലൂടെ താഴോട്ടേക്ക് പോകാൻ നോക്കും അല്ലെ, താഴോട്ടേക്ക് പോകും. ഇതൊക്കെ വെള്ളമാണ് സ്പ്രേ ചെയ്യുന്നത്, കണ്ടില്ലേ? ഈ വെള്ളം താഴോട്ടേക്ക് പോവാൻ നോക്കും. അപ്പൊ പോകുന്ന വഴി നമ്മുടെ ബാക്ടീരിയാസ് ഈ കല്ലിലൊക്കെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പൊ ഈ വെള്ളം ഈ ബാക്ടീരിയാസിന്റെ അടുത്ത് എത്തുമ്പോ അവരെന്ത് ചെയ്യും? ഈ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ ആ ബാക്ടീരിയാസ് അവിടെ നിന്ന് അനങ്ങുന്നില്ല, അവര് ആ ഒരു കല്ലില് പറ്റി പിടിച്ച് തന്നെയാണ് ഇരിക്കുക. അപ്പൊ അതിനെയാണ് അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ബാക്ടീരിയാസ് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇരുന്നു കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? വേസ്റ്റ് വാട്ടറിൽ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെയൊക്കെ ഓക്സിഡൈസ് ചെയ്യും. അതുപോലെ
കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയൊക്കെ ഫ്ലോക്സ് ആക്കി മാറ്റും. വലിയ വലിയ കുറച്ചുകൂടെ ഡെൻസിറ്റി കൂടിയ ഫ്ലോക്കുകളാക്കി മാറ്റും. It is also known as percolating or sprinkling filters. അപ്പോൾ trickling filterന് വേറെയും പേരുകളുണ്ട്. എന്താണ്? percolating filter അല്ലെ, വെള്ളം താഴോട്ടേക്ക് percolate ചെയ്തു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മറ്റൊരു പേരാണ് percolating filter അല്ലെങ്കിൽ sprinkling filter. എന്നുവെച്ചാൽ വെള്ളം നമ്മൾ മുകളിൽ നിന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, അല്ലാതെ നമ്മൾ വെള്ളം ഒഴിക്കുകയല്ല, ഓട്ടയിലൂടെ സ്പ്രിങ്കിൾ ചെയ്യുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് സ്പ്രിങ്ക്ലിംഗ് ഫിൽറ്റേഴ്സ് എന്നും ഇതിനെ പറയുന്നത്. ഇനി ഇതിന്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. So it consists of a circular tank with the top opened to atmosphere. അപ്പോൾ എന്താണ് ഇതിന്റെ പ്ലാൻ വ്യൂ എന്ന് പറയുന്നത്? ഒരു സർക്കുലർ ടാങ്ക് ആണ് അല്ലെ. അപ്പൊ കഴിഞ്ഞ ഫിഗറിൽ നമ്മൾ കണ്ടു, നമ്മൾ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് ഒരു സർക്കിൾ ആണ് അല്ലെ. So it's a circular tank with the top open to atmosphere. മുകളിൽ നമ്മൾ മൂടി വെച്ചിട്ടൊന്നുമില്ല, അത് അറ്റ്മോസ്ഫിയറിനോട് ഓപ്പൺ ആണ്. The tank is filled with filter medium consisting of broken stones of size 25 to 75 mm. എന്താ പറയുന്നത്? നമ്മുടെ ഈ ഒരു ടാങ്കിനകത്ത് മുഴുവൻ എന്താണുള്ളത്? ബ്രോക്കൺ സ്റ്റോൺസ് ആണ് ഫില്ല് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് ബ്രോക്കൺ സ്റ്റോൺസ് ആണുള്ളത്. ആ സ്റ്റോൺസ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോൺ മുഴുവൻ എടുത്തിടാനൊന്നും പറ്റില്ല. അതിനൊക്കെ ഒരു സൈസ് ഉണ്ട്. അതായത് ഒരു 25 to 75 mm അതിനിടയിലുള്ള സ്റ്റോൺസ്, ആ സൈസിലുള്ള സ്റ്റോൺസ് നമ്മൾ ഈ ഒരു ഫിൽറ്റർ ബെഡായിട്ട് വെക്കും. Depth of filter medium may vary between 2 to 3 meters. നമ്മുടെ ഈ ഫിൽറ്ററിന്റെ ടോട്ടൽ ഡെപ്ത് എത്രയാവാം? ഒരു 2 മീറ്റർ മുതൽ 3 മീറ്റർ വരെ ആവാം. Construction and placing of the medium is so made that there is a free circulation of air through the medium. അപ്പൊ നമ്മൾ ഇത് വെക്കുമ്പോൾ, നമ്മുടെ മീഡിയം ഒക്കെ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അവിടെ ഒരുപാട് വോയിഡ് സ്പേസസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ കോമ്പാക്റ്റ് ഒക്കെ ചെയ്ത് അടിച്ചു പരത്താൻ പാടില്ല. അതിന്റെ ഇടയിൽ സ്ഥലം വേണം, കല്ലുകളുടെ ഇടയിൽ സ്ഥലം വേണം അല്ലെ. അല്ലാതെ നമ്മൾ ഇപ്പൊ ബാക്കി കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്ന പോലെ കല്ലിട്ടിട്ട് അത് ടാമ്പ് ചെയ്യാനൊന്നും പാടില്ല. കാരണം ഇത് വെള്ളം ഒഴുകാനുള്ള സ്ഥലം വേണം. ഓക്കെ, അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിന്റെ ഇടയിലൂടെ എയർ ഫ്ലോ ഉണ്ടായിരിക്കണം. Sewage flows through the centrally placed riser pipe from where it goes to the rotary distributors. ഇപ്പൊ എന്താ നടക്കുന്നത്? നമ്മുടെ സീവേജിന്റെ ഇൻലെറ്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻലെറ്റിലൂടെ നമ്മുടെ സീവേജ് വരും. എവിടുന്നാണ് വരുന്നത്? പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് അല്ലെ. പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ റിമൂവൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് വരെ ട്രിക്ലിംഗ് ഫിൽറ്ററിലേക്കാണ്. അപ്പൊ ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ അടിഭാഗത്ത് കൂടെയാണ് വെള്ളം വരിക. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് വന്ന് എങ്ങോട്ടേക്ക് പോവും? ഇത് നമ്മുടെ റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഇത് റോട്ടറി ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് പോവും. അവിടെ ഒരുപാട് നോസിൽസ് ഉണ്ടായിരിക്കും, സ്പ്രേ നോസിൽ. അതിലൂടെ വെള്ളം ഈ ഫിൽറ്റർ ബെഡിന്റെ മുകളിലേക്ക് സ്പ്രേ ചെയ്യും. ഓക്കെ, റോട്ടറി ഡിസ്ട്രിബ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് 2 or 4 arms, each arm containing nozzles.
അപ്പൊ നമ്മുടെ റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്നെങ്കിൽ 2 എണ്ണം ആവാം, അല്ലെങ്കിൽ 4 എണ്ണം ആവാം. ഓക്കെ, 4 ഭാഗത്തും ആവാം. ആ റോട്ടറി ഡിസ്ട്രിബ്യൂട്ടറിന്റെ മുകളിൽ എന്താണുള്ളത്? നോസിൽസ് അല്ലെ? ആ നോസിൽസിലൂടെയാണ് വെള്ളം സ്പ്രേ ചെയ്ത് താഴോട്ടേക്ക് വീഴുന്നത്. Assembly between the riser pipe and rotary distributors is done with roller system and mercury seal to avoid any leakage of sewage. അപ്പോൾ നമ്മുടെ ഇതിനിടയിലുള്ള ഇതാണ് റൈസർ പൈപ്പും ഇതാണ് റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലേ? അപ്പൊ ഈ രണ്ടിന്റെ ഇടയിലുള്ള ജോയിന്റുകളൊക്കെ നല്ലോണം എന്ത് ചെയ്യും? റോളർ സിസ്റ്റം ആയിരിക്കും. ഇവിടെ ഒരു റോളർ സിസ്റ്റം, റൊട്ടേറ്റിംഗ് സിസ്റ്റം ആണ് ഇവിടെ നടക്കുന്നത്. പിന്നെ അതുപോലെ മെർക്കുറി സീലൊക്കെ ഉപയോഗിച്ച് നല്ലോണം ടൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അറിയാലോ, ലീക്കേജ് വരും അല്ലെ? നല്ലോണം അതുകൊണ്ട് ടൈറ്റ് ആയിട്ട് സീൽ ചെയ്ത് വെക്കണം. An underdrain system is provided at the bottom of the tank so as to collect the sewage after trickling over the surfaces of the broken stone. എന്താണ്? താഴെ നമ്മുടെ ഈ ബ്രോക്കൺ സ്റ്റോണുകളുടെയൊക്കെ താഴെ ഈ കാണുന്നത് എന്താണ്? ഒരു അണ്ടർ ഡ്രെയിൻ ആണ് അല്ലെ? റേഡിയലി പ്ലേസ്ഡ് അണ്ടർ ഡ്രെയിൻസ് ആണിത്. അപ്പൊ ഈ അണ്ടർ ഡ്രെയിനിലൂടെയാണ് ഒഴുകി വരുന്ന വെള്ളം, നല്ല വെള്ളം ഒഴുകി പോവാം, അടുത്ത യൂണിറ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്റർ. ഒന്നുമില്ല, എളുപ്പമാണ്. നമ്മുടെ സീവേജ് ഇൻലെറ്റിലൂടെ റൈസർ പൈപ്പിലൂടെ വരും. എന്നിട്ട് അത് റോട്ടറി ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. സ്പ്രേ നോസിലൂടെ അവരെന്ത് പറ്റും? താഴോട്ടേക്ക് സ്പ്രേ ചെയ്യും. അതിനുശേഷം വെള്ളം ആ മീഡിയാസിലൂടെ ഒഴുകി താഴെ അണ്ടർ ഡ്രെയിൻ പൈപ്പുകൾ വെച്ചിട്ടുണ്ട്. ആ പൈപ്പുകളിലൂടെ ഒഴുകി അടുത്ത യൂണിറ്റിലേക്ക് പോകും. അപ്പൊ ഇതാണ് ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ കൺസ്ട്രക്ഷൻ. ഇനി അതിന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് വർക്കിംഗ് എന്ന് നോക്കാം. ഇത് തന്നെ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് ഇതിന്റെയൊക്കെ ഒരുപക്ഷെ വരച്ചിട്ട് ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. ഒന്നെങ്കിൽ വർക്കിംഗ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ചോദിക്കാം, അല്ലെങ്കിൽ ട്രിക്ലിംഗ് ഫിൽറ്ററിനെ കുറിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അപ്പൊ അതിന് കീഴിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതാം. അപ്പൊ ഇനി വർക്കിംഗ് നോക്കാം. When sewage is sent to the distributor with sufficient head, it is issued in the form of spray through the nozzles. അപ്പൊ നമ്മുടെ സീവേജ് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് ഒഴുകുമ്പോ എന്ത് പറ്റും? അത് നോസിലൂടെ സ്പ്രേ ചെയ്ത് താഴോട്ട് ഒഴുകും. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ അല്ലേ? Equal and opposite reactions to the spray jets acts on the rotary system and make it to rotate slowly. Hence, spray of sewage is uniformly applied on top surface of the filter medium. അതായത് നമ്മുടെ ഈ ജെറ്റ് ഈ നോസിലൂടെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്ന സമയത്ത് ഒരു പ്രഷർ വരും. ആ പ്രഷറില് നമ്മുടെ ഈ റോട്ടറി എന്ത് ചെയ്യും? ഈ ഒരു റോട്ടറി സിസ്റ്റം തിരിയും, റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാൻ സാധിക്കും. Sewage then trickles over the surface of broken stone and is finally collected by under drain system. അപ്പൊ സീവേജ് എന്ത് ചെയ്യും? ഈ ബ്രോക്കൺ സ്റ്റോൺസിന്റെ ഒക്കെ, അതായത് ഈ മീഡിയ എന്ന് എഴുതിയതാണ് നമ്മുടെ ബ്രോക്കൺ സ്റ്റോൺ അല്ലെ? അപ്പൊ ആ ബ്രോക്കൺ സ്റ്റോൺസിന്റെ ഇടയിലൂടെ നമ്മുടെ സീവേജ് പാസ് ചെയ്ത് അവസാനം അണ്ടർ ഡ്രെയിൻ സിസ്റ്റംസ് ഉണ്ട്. താഴെ കൂടെ കുറെ പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പിലൂടെ ശുദ്ധീകരിച്ച വെള്ളം പാസ് ചെയ്യും.
Active aerobic bacteria present in the film over the surfaces of broken stone consumes and thus oxidizes the organic substance in the sewage and finally convert into stable and settleable form. അപ്പോൾ നമ്മുടെ ബാക്ടീരിയാസ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ ബ്രോക്കൺ സ്റ്റോണിന്റെ മുകളിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കുന്ന ബാക്ടീരിയാസ് എന്ത് ചെയ്യും? ഈ വരുന്ന വേസ്റ്റ് വാട്ടറിലുള്ള ഓർഗാനിക് സബ്സ്റ്റൻസസ് ഒക്കെ ഓക്സിഡൈസ് ചെയ്യും. എന്നിട്ട് അതിനെ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യും. Oxidized sewage is withdrawn through the outlet at the bottom of the tank and then sent to secondary sedimentation tank for further removal of the settleable solids. അപ്പോൾ ഈ ഒരു ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സീവേജിൽ എന്തുണ്ട്? സോളിഡ്സ് ഉണ്ട്, സെറ്റിലബിൾ സോളിഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ വീണ്ടും റിമൂവ് ചെയ്യാനായി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലൂടെ പാസ് ചെയ്യും. After continuous working of trickling filter, the thickness of bacterial film grows and soon anaerobic conditions are set up. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് സീവേജ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാക്ടീരിയാസ് വേസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കഴിച്ച് നമ്മുടെ ബാക്ടീരിയാസ് ഒക്കെ വലുതായി റീപ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? കൂടുതൽ ബാക്ടീരിയാസ് ഉണ്ടായി വരും. അപ്പൊ അങ്ങനെ ബാക്ടീരിയാസ് ഒരുപാട് ഉണ്ടാവുമ്പോൾ ഇപ്പോ ഒരു ഫിൽറ്റർ ബെഡ് ആലോചിക്കാം. അപ്പൊ അവിടെ ഇപ്പൊ ഒരു ബാക്ടീരിയ ആണ് ഇരിക്കുന്നത്, ഒരു ബാക്ടീരിയൽ ഫിലിം ആണ് ഉള്ളത് എന്ന് വിചാരിക്കാം. അതായത് ഒരു ലെയറിൽ ബാക്ടീരിയ ഉണ്ട്. അപ്പൊ ഈ ബാക്ടീരിയാസ് ഒക്കെ ഫുഡ് കഴിച്ച് വലുതായി റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് തിക്ക് ലെയർ ഓഫ് ബാക്ടീരിയാസ് ആയി മാറും അല്ലെ? അപ്പൊ ഈ തിക്ക് ലെയർ ബാക്ടീരിയ, അപ്പൊ ആ ലെയർ ഇങ്ങനെ വലുതായി വരികയാണ്, ബാക്ടീരിയന്റെ ലെയർ വലുതായി വരികയാണ് അല്ലെ? അപ്പൊ അങ്ങനെ തിക്നെസ് കൂടി വരുമ്പോ എന്ത് സംഭവിക്കും? ഉള്ളിലുള്ള ബാക്ടീരിയാസിനൊക്കെ പിന്നെ ഓക്സിജൻ കിട്ടാതെയാവും. കാരണം മുകളിലുള്ള ബാക്ടീരിയാസ് ഓക്സിജൻ മുഴുവൻ എടുക്കും. അങ്ങനെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ബാക്ടീരിയാസിനൊന്നും ഓക്സിജൻ കിട്ടില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തും. അതായത് ഉള്ളിലുള്ള ബാക്ടീരിയാസ് അനൈറോബിക് കണ്ടീഷനിലേക്ക് മാറും. അതാണ് എഴുതിയത്. After continuous working of trickling filter, the thickness of bacterial film grows and soon anaerobic conditions are set. അപ്പൊ ഉള്ളിലുള്ള ബാക്ടീരിയാസിനൊക്കെ ഒരു അനൈറോബിക് കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥ വരും. Then it is necessary that filtration is stopped. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫിൽട്രേഷൻ പ്രോസസ് അവിടെ നിർത്തി വെക്കണം. എന്നിട്ട് ഫിൽറ്റർ മീഡിയ നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം. എന്നിട്ടേ നമ്മൾ വീണ്ടും അത് വേസ്റ്റ് ഡീകമ്പോസിഷന് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റേജ് എത്തിയാൽ പിന്നെ നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്ററിലെ കുറച്ച് ഡിസൈൻ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നോക്കിയതുപോലെ. പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നമ്മൾ കണ്ടല്ലോ കുറച്ച് ഡിസൈൻ ക്രൈറ്റീരിയാസ് അല്ലെ? അതായത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ടാങ്ക് ഡിസൈൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ റെക്ടാങ്കുലർ സെഡിമെന്റേഷൻ ടാങ്ക് ആണെങ്കിൽ ഡിസൈൻ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആ ടാങ്കിന്റെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഇത് മൂന്നും കണ്ടുപിടിക്കും. അതാണ് ഡിസൈനിങ് അല്ലെ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് ഇപ്പൊ ഡിറ്റൻഷൻ പീരീഡ് 2 to 3 hours ഡിറ്റൻഷൻ പീരീഡ് കൊടുക്കണം. പിന്നെ ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റ് എത്രത്തോളാണ്, നമ്മുടെ വെള്ളത്തിന്റെ ലോഡിംഗ് റേറ്റ് എത്രയാണ്, അതായത് എത്രയാണ് ഡിസ്ചാർജ്.
അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് നോക്കുമ്പോൾ. അതേപോലെ തന്നെ ട്രിക്ലിംഗ് ഫിൽറ്ററിലും നമുക്ക് കുറച്ച് ഡിസൈൻ ക്രൈറ്റീരിയാസ് നോക്കാം. ഇതിന്റെ ഡിസൈൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കില്ല, ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കണ്ടിട്ടില്ല, പക്ഷേങ്കിൽ ക്രൈറ്റീരിയാസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഹൈഡ്രോളിക് ഓർ സർഫസ് ലോഡിംഗ് ഓഫ് ദ ഓർഡിനറി ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത് 22 to 44 മില്യൺ ലിറ്റേഴ്സ് പെർ ഹെക്ടർ പെർ ഡേ ആണ്. അതായത് 1 ഹെക്ടർ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്താൽ 1 ഹെക്ടർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10,000 മീറ്റർ സ്ക്വയർ അല്ലേ? അപ്പൊ അത്രയും ഏരിയയിൽ 22 to 44 മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. മില്യൺ എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻6 ഇൻറ്റു 10⁻6 ആണ് മില്യൺ. അപ്പൊ ഇൻറ്റു 10⁻6 അത്രയും ലിറ്റേഴ്സ് ആണ് ഒരു ദിവസം 1 ഹെക്ടർ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എന്താണ് ക്ലീൻ ചെയ്യാൻ സാധിക്കുക. ഓർഗാനിക് ലോഡിംഗ് ഓഫ് ട്രിക്ലിംഗ് ഫിൽറ്റർ. ഓർഗാനിക് ലോഡിംഗ് എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം വേസ്റ്റ് നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ സാധിക്കും, ഓർഗാനിക് വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യിക്കാൻ സാധിക്കും. 925 to 2220 കിലോഗ്രാം ഓഫ് BOD പെർ ഹെക്ടർ മീറ്റർ പെർ ഡേ. അതായത് ഇതുപോലെ 1 ഹെക്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, 1 ഹെക്ടർ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ 925 to 2220 കിലോഗ്രാം ഓഫ് സോളിഡ്, അതായത് ഓർഗാനിക് സോളിഡ്, അതാണ് BOD അല്ലെ? അപ്പൊ ആ BODയെ നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ സാധിക്കും. വോള്യൂം ഓഫ് ഫിൽറ്റർ മീഡിയ 7.5 to 22.5 മില്യൺ ലിറ്റേഴ്സ് പെർ ഹെക്ടർ മീറ്റർ പെർ ഡേ. അത്രയാണ് നമ്മുടെ ഫിൽറ്റർ മീഡിയയ്ക്ക് കൊടുക്കാറുള്ള വോള്യൂം, സാധാരണ കൊടുക്കാറുള്ള വോള്യൂം അത്രയാണ്. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നതല്ലേ വോള്യൂം. ആ വോള്യൂം എന്ന് പറയുന്നത് 7.5 to 22.5 ഇൻറ്റു 10⁻6 ലിറ്റേഴ്സ് പെർ ഹെക്ടർ. 1 ഹെക്ടറിലുള്ള കാര്യമാണ് പറയുന്നത്, ഹെക്ടർ മീറ്റർ പെർ ഡേ. 1 ഹെക്ടർ മീറ്ററിലുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ ഡിസൈൻ ക്രൈറ്റീരിയാസ്, കുറച്ച് ഡിസൈൻ ക്രൈറ്റീരിയാസ്. ഇനി അതുപോലെ നമ്മൾ ട്രിക്ലിംഗ് ഫിൽറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ 2 ടൈപ്പ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് ഉണ്ടാവാം. ഒന്ന് ഓർഡിനറി ഓർ സ്റ്റാൻഡേർഡ് റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ, മറ്റേത് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ whose rate of filtration and efficiency are high compared to ordinary trickling filters. അതെന്താണ് അപ്പോൾ വ്യത്യാസം? ഓർഡിനറി ഓർ സ്റ്റാൻഡേർഡ് റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് കൊടുക്കാവുന്ന വേസ്റ്റ് വാട്ടറിന് ഒരു പരിധിയുണ്ട്. അതിലും ഒരുപാട് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം? ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിൽ ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്രത്തോളം വേസ്റ്റ് വാട്ടർ നമുക്ക് ഒരു ദിവസം ക്ലീൻ ചെയ്തെടുക്കാം. അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 80 to 95% ഓഫ് BOD നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഏതെന്ന്? ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നിന്ന്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓർഡിനറി ട്രിക്ലിംഗ് ഫിൽറ്റർ? ഒരു സാധാരണ ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, റേറ്റ് ഓഫ് ഫിൽറ്റർ ലോഡിംഗ് ഈസ് ഹയർ. നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം? നമുക്ക് കൂടുതൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. സെൽഫ് ക്ലെൻസിങ് ആണ്, ഒരു പരിധി വരെ ട്രിക്ലിംഗ് ഫിൽറ്റർ സെൽഫ് ക്ലീനിങ് ആണ്. ചീപ്പ് ആൻഡ് സിമ്പിൾ ഇൻ ഓപ്പറേഷൻ അല്ലെ? കുറെ കല്ലുകൾ ഇട്ട് കൊടുത്ത് ആ മീഡിയന്റെ ഉള്ളിലൂടെ വെള്ളം പാസ് ചെയ്താൽ മതി. അപ്പോൾ ചീപ്പാണ്, നമുക്ക് അഗ്രിഗേറ്റ്സേ ആവശ്യമുള്ളൂ അല്ലെ, മെറ്റീരിയൽ ആയിട്ട്. അതുപോലെ സിമ്പിൾ ആണ് ഓപ്പറേഷൻ. പിന്നെ അവിടെ വരാവുന്ന മെക്കാനിക്കൽ വെയർ ആൻഡ് ടയർ ഇസ് സ്മോൾ.
അവിടെ അധികം എന്താ കേടുപാടുകൾ പറ്റാനുള്ള സാധ്യത കുറവാണ്. കല്ലല്ലേ നമ്മൾ ഇട്ടത്, അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന wear and tearന്റെ സാധ്യത കുറവാണ്. Nearly 75 to 89% BOD is removed. അപ്പൊ നമുക്ക് 75 to 90% വരെ BOD റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ട്രിക്ലിംഗ് ഫിൽറ്റർ. അതുപോലെ നമുക്ക് എന്തൊക്കെയാണ് ഡ്രോബാക്സ് എന്ന് നോക്കാം. ഓർഡർ നോയിസൻസ് നിയർ ദ ഫിൽറ്റർ. അതായത് ഈ ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിനോട് ഓപ്പൺ ആക്കിയിട്ടാണ് വെക്കുന്നത് അല്ലെ, മുകൾ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ വേസ്റ്റ് വാട്ടർ ഇങ്ങനെ തങ്ങി നിന്ന് അവിടെ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈ ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ അടുത്ത് പോകുമ്പോൾ അവിടെ സ്മെല്ല് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നോയിസൻസ് ഡ്യൂ ടു ഫിൽറ്റർ ഫ്ലൈ കോൾഡ് സൈക്കോഡ. അതായത് നമ്മുടെ ഈ ഈച്ചേനൊക്കെ പോലത്തെ ഒരു പ്രാണിയാണ് സൈക്കോഡ. അപ്പൊ അങ്ങനത്തെ ഫ്ലൈ, ആ ഒരു ഫ്ലൈ നോയിസൻസ് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. മണം വരുമ്പോ നമുക്കറിയാം, മണം വരുമ്പോ ഇങ്ങനത്തെ പല പ്രാണികളൊക്കെ വരും. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്ലൈ ആണ് സൈക്കോഡ. ഓക്കെ. പിന്നെ അതുപോലെ മോർ ലാൻഡ് റിക്വയർമെന്റ്. ഇത് ഉണ്ടാക്കാൻ ഒരുപാട് ഏരിയ വേണം. ട്രിക്ലിംഗ് ഫിൽറ്റർ ഉണ്ടാക്കാൻ ഒരുപാട് ഏരിയ കൺസ്യൂം ചെയ്യും. It cannot treat raw sewage and requires preliminary treatment. അതായത് റോ സീവേജ്, നേരെ നമ്മുടെ പൈപ്പിൽ നിന്ന് വരുന്ന സീവേജ് വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യാൻ ഈ ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററിനെ കൊണ്ട് സാധിക്കില്ല. ഓക്കെ. അപ്പൊ ഈ ട്രിക്ലിംഗ് ഫിൽറ്ററിലേക്ക് നമ്മൾ വേസ്റ്റ് വാട്ടർ കൊടുക്കുന്നതിന് മുന്നേ ആ വേസ്റ്റ് വാട്ടറിന് ഒരു പ്രിലിമിനറി ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ. പ്രിലിമിനറി ട്രീറ്റ്മെന്റിൽ വരുന്നത് ഏതൊക്കെയാണ്? സ്ക്രീന്, ഗ്രിറ്റ് ചേംബർ, സ്കിമ്മിങ് ടാങ്ക് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റിന് ശേഷമേ നമുക്ക് റോ സീവേജ് കൊടുക്കാൻ, നമുക്ക് ട്രിക്ലിംഗ് ഫിൽറ്ററിലേക്ക് വേസ്റ്റ് വാട്ടർ കൊടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ ഇറ്റ് പോസസ് ഓപ്പറേഷണൽ ട്രബിൾസ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്തും ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് അല്ലെ. വേസ്റ്റ് നമ്മുടെ കല്ലിന്റെ ഇടയിലൊക്കെ കുടുങ്ങിയിട്ട് വെള്ളം പോവാതിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ട്രിക്ലിംഗ് ഫിൽറ്റർ. ഇനി നമുക്ക് അടുത്ത സെക്കൻഡറി ട്രീറ്റ്മെന്റ് യൂണിറ്റ് നോക്കാം. ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റേഴ്സ്. അപ്പൊ ആദ്യത്തെ ട്രിക്ലിംഗ് ഫിൽറ്റർ ആണ് നോക്കിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റേഴ്സ് ആണ്. അതായത് നമ്മുടെ സാൻഡ് ലെയർ മീഡിയ എന്ന് പറയുന്നത് കൂടുതലും എന്താണ്? സാൻഡ് ആണ്. ഓക്കെ. ഗ്രാവൽ അല്ല. ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നമ്മൾ ബ്രോക്കൺ സ്റ്റോൺസ് ആയിരുന്നു നമ്മുടെ ഫിൽറ്റർ മീഡിയ അല്ലെ. ഇവിടെ കൂടുതലും വരിക സാൻഡ് ആണ്. It is no longer used by cities because of the large area required. അപ്പൊ ഇതിന് ഒരുപാട് ഏരിയ ആവശ്യമാണ് ഇത് ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. They may, however, still be used in rural areas, particularly in further treatment of the effluent of oxidation pond. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഒരു സെക്കൻഡറി ട്രീറ്റ്മെന്റിന്റെ വേറൊരു യൂണിറ്റ് ആണ് ഓക്സിഡേഷൻ പോണ്ട് എന്ന് പറയുന്നത്. എന്താണ് ഓക്സിഡേഷൻ പോണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു കുളം പോലെ ഇരിക്കും. അപ്പൊ ആ കുളത്തിലേക്ക് നമ്മൾ ഈ വേസ്റ്റ് വാട്ടർ ഇങ്ങനെ തള്ളും, വേസ്റ്റ് വാട്ടർ ഇങ്ങനെ ഒഴുക്കി വിടും. അങ്ങനെ ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ആ പോണ്ടില് ആ വേസ്റ്റ് വാട്ടർ ഇങ്ങനെ കിടന്ന് അതിനകത്ത് ബാക്ടീരിയാസ് എല്ലാം എന്ത് ചെയ്യും? എയറോബിക് ബാക്ടീരിയ ഒക്കെ ഈ വേസ്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യും. പോണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഴമുള്ള പോണ്ടൊന്നും അല്ല, ആഴം കുറവുള്ള പോണ്ടാണ്. അപ്പൊ എയറോബിക് ബാക്ടീരിയാസ് ഒക്കെ ഈ വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഓക്സിഡേഷൻ പോണ്ടിന് ശേഷം എന്നിട്ടും വേസ്റ്റ് ഡീകമ്പോസ്ഡ് ആയില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ
യൂണിറ്റ് ആണ് എന്ത്? ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമുക്ക് ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റർ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാൻ അത് അൺഎക്കണോമിക്കൽ ആണ്. കാരണം ഒരുപാട് ഏരിയ എടുക്കും, അത്ര ഇഫക്റ്റീവ് അല്ല. ഓക്കെ, പക്ഷേങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതാണ്? ഈ ഓക്സിഡേഷൻ പോണ്ടിലെ പ്രോസസ്സിന് ശേഷം നമുക്ക് വീണ്ടും അതില് ഓർഗാനിക് മാറ്റർ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റേഴ്സ് വെച്ച് കളയാം, മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പൊ ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റേഴ്സിനെ കുറിച്ച് കൂടുതൽ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ താങ്ക് യു.